ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു പ്രതാപ് ജിറ്റ്. 10,000 രൂപയ്ക്ക് താഴെ ഒരു ഫോൺ എടുക്കാൻ പോവുകയാണെങ്കിൽ ഓരോ വിലയ്ക്കും 5,000 രൂപയ്ക്ക്, 7,000 രൂപയ്ക്ക്, അല്ലെങ്കിൽ 8,000 രൂപയ്ക്ക്, 10,000 രൂപയ്ക്ക്, അങ്ങനെ ഓരോ പ്രൈസ് റേഞ്ചിലും ഏതൊക്കെ ഫോണുകളായിരിക്കും നമുക്ക് നല്ല ഫോണുകളായിട്ട് സെലക്ട് ചെയ്യാൻ പറ്റും. അതാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. പെർഫോമൻസിനാണ് ഏറ്റവും മുൻഗണന കൊടുക്കുന്നത്. കാരണം 10,000 രൂപയ്ക്ക് താഴെ പെർഫോമൻസ് ആണ് ഏറ്റവും വലിയ ഇഷ്യൂ. അപ്പോൾ പെർഫോമൻസ് കൂടിയ ഫോണായിരിക്കും ആദ്യ പരിഗണന, പിന്നീട് അങ്ങോട്ട് ബാക്കിയുള്ള ഘടകങ്ങൾ നമ്മൾ പരിഗണിക്കുക. അപ്പോൾ വീഡിയോ കിടക്കുന്നതിന് മുൻപ് വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യണം. നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തിരിക്കും. അപ്പോൾ നേരെ വീഡിയോയിലേക്ക്. വീഡിയോ കിടക്കുന്നതിന് ഒരു കാര്യം കൂടിയും, നമ്മുടെ വീഡിയോയിൽ പറയുന്ന ഏതെങ്കിലും ഫോണുകളിൽ നമുക്ക് പ്രധാനപ്പെട്ട എന്തെങ്കിലും ഫോണുകൾ, മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയ ഫോണുകൾ വിട്ടുപോയതായിട്ട് തോന്നിയാൽ അത് കമൻറ്റ് വഴി ഒന്ന് റിപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്കത് പിൻ ചെയ്തുകൊണ്ട് മറ്റുള്ളവരെ അറിയിക്കാൻ ശ്രമിക്കാം. പിന്നെ വീഡിയോയിൽ നമ്മൾ പറയുന്നത് ഫോണിൻ്റെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ്. വിശദമായിട്ട് അതിൻ്റെ റിവ്യൂ കണ്ടു നോക്കി മനസ്സിലാക്കുക. ഏതൊക്കെയാണ് പ്രധാനപ്പെട്ട എനിക്ക് ഇഷ്ടപ്പെട്ട ഫോൺ എന്നുള്ളതാണ് നമ്മൾ ഇവിടെ പറയുന്നത്. ആദ്യത്തെ ഒരു ഫോൺ Redmi 7A ആണ്. 5,000 രൂപയ്ക്ക് നമുക്ക് കിട്ടും. 2GB റാമിൻ്റെ വേരിയൻറ്റ് 5,000 രൂപയ്ക്ക് കിട്ടും. അതിൽ തന്നെ നമുക്ക് ഈ 2GB റാം 32GB വേണമെന്നുണ്ടെങ്കിൽ 6,000 രൂപയ്ക്ക് പോകും. 5,000 രൂപയ്ക്ക് നമുക്ക് 2GB റാം 16GB സ്റ്റോറേജ് ആണ് കിട്ടുക. ബേസിക്കായ യൂസ് മാത്രമേ ഉള്ളൂ എങ്കിൽ ഈ ഒരു ഫോണിനെ ഡിപ്പെൻഡ് ചെയ്യാം. തരക്കേടില്ലാത്ത നല്ലൊരു ഫോണായിരിക്കും. ഈ ഫോണിന്റെ ഡിസ്പ്ലേ സൈസ് 5.45 ഇഞ്ചാണ്. HD+ ഡിസ്പ്ലേ ആണ്. 12 മെഗാ പിക്സൽ റിയർ ക്യാമറ, 5 മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറ, 4000 mAh ബാറ്ററി വരുന്നുണ്ട്. പ്രോസസർ സ്നാപ്ഡ്രാഗൺ 439. അപ്പോൾ തരക്കേടില്ലാത്തൊരു പ്രോസസർ ഉണ്ട്. അത്യാവശ്യം ആ ഒരു പ്രൈസ് റേഞ്ചിൽ കണ്ടുവരുന്ന റാമും സ്റ്റോറേജും ഒക്കെ ഉണ്ട്. നിങ്ങൾക്ക് ഈ 16GB സ്റ്റോറേജ് വളരെ കുറവായിരിക്കും. നമുക്ക് 8GB 7GB റേഞ്ചിലൊക്കെ കിട്ടുള്ളൂ. അതുകൊണ്ട് കഴിവതും ഒരു 1000 കൂടി കൂട്ടി കൊടുത്തുകൊണ്ട് 32GB എടുത്താൽ നന്നായി. പക്ഷേ 5,000 രൂപയ്ക്കാണ് ഒരു ഫോൺ എടുക്കാൻ പോകുന്നതെങ്കിൽ ഈ ഒരു ഫോൺ ഒരു നല്ല ഓപ്ഷൻ ആയിരിക്കും. ഇനി അടുത്തൊരു ഫോൺ Realme C2, അതേപോലെ Redmiയുടെ 8A. ഈ രണ്ട് ഫോണുകളും അടുത്ത 6,000 രൂപ റേഞ്ചിൽ നിങ്ങൾക്ക് എടുക്കാവുന്ന രണ്ട് ഫോണുകളാണ്. Realme C2ലേക്ക് വരുമ്പോൾ നമുക്ക് 2GB റാം 32GB സ്റ്റോറേജ് തന്നെയാണ്. Redmi 8A ആയാലും അങ്ങനെ തന്നെ. രണ്ടും ഏറെക്കുറെ ഒരേപോലെ തന്നെ നമുക്ക് കണക്കാക്കാവുന്ന രണ്ട് നല്ല ഫോണുകൾ തന്നെയാണ്. അപ്പോൾ ഈ ഫോണായിരിക്കും നമുക്ക് 6,000-6,500 റേഞ്ചുകളിൽ ഏറ്റവും നല്ല ഓപ്ഷൻ ആവുക. ഇതിൽ Realme C2ന്റെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കിക്കഴിഞ്ഞാൽ 2GB റാം 32GB സ്റ്റോറേജ് ആണ് വരുന്നത്. 6.1 ഇഞ്ച് HD+ ഡിസ്പ്ലേ ആണ് വരുന്നത്. 13+2 മെഗാ പിക്സൽ മെയിൻ ക്യാമറ, 5 മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറ, 4000 mAh ബാറ്ററി വരുന്നുണ്ട്. MediaTek P22 എന്ന് പറയുന്ന ഒക്ടാ കോർ പ്രോസറാണ് ഇതിനകത്ത് വരുന്നത്. 2 GHz ആണ് അതിന്റെ ക്ലോക്ക് സ്പീഡ്. അത്യാവശ്യം ആ ഒരു പ്രൈസിൽ നമുക്ക് കാണേണ്ടുന്ന ഒരു പെർഫോമൻസും കാര്യങ്ങളും ഫീച്ചേഴ്സും ഒക്കെ ഈ ഫോൺ ഉൾപ്പെടുന്നുണ്ട്. അപ്പോൾ C2 തീർച്ചയായിട്ടും 6,000 രൂപയ്ക്ക് നമുക്ക് പരിഗണിക്കാവുന്ന ഒരു ഫോണാണ്. അതേസമയം Redmi 8Aയും അതേപോലെ തന്നെ മികച്ച ഒരു ഫോണാണ്. ആ ഫോണിന്റെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ 2GB റാം 32GB സ്റ്റോറേജ് ആണ് വരുന്നതിന്. ബേസിക് ആയിട്ട് 6.2 ഇഞ്ച് HD+ ഡിസ്പ്ലേ ആണ്. 12 മെഗാ പിക്സൽ റിയർ ക്യാമറ, 8 മെഗാ പിക്സൽ ഫ്രണ്ട് ക്യാമറ, 5000 mAh ബാറ്ററി, സ്നാപ്ഡ്രാഗൺ 439 എന്ന് പറയുന്ന പ്രോസസർ. അത്യാവശ്യം നല്ലൊരു സെറ്റപ്പ് തന്നെയാണ് ഈ ഒരു ഫോണിലും വരുന്നത്. അപ്പോൾ തിരക്കില്ലാത്ത ഈ ഒരു ഓപ്ഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു നല്ല ഫോണായിട്ട് നമുക്ക് കണക്കാക്കി എടുക്കാവുന്നതാണ്. C2ഉം 8Aയും ആണ് നമുക്ക് 6,000-6,500 റേഞ്ചിൽ സെലക്ട് ചെയ്യാവുന്ന രണ്ട് നല്ല ഫോണുകളായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. 7,000 രൂപ ആ ഒരു പ്രൈസ് നമുക്ക് ഒരു 500 കൂടി കൂടുതൽ കൊടുക്കാനുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത ഒരു ഐറ്റം വരും Infinix Hot. ഈ ഫോണിന്റെ ഫീച്ചർ നോക്കിക്കഴിഞ്ഞാൽ 4GB റാം 64GB സ്റ്റോറേജ് ആണ് നമുക്ക് 7,000 രൂപയ്ക്ക് കിട്ടുന്നത്. അപ്പോൾ ഇത് മറ്റധികം ഫോണുകളൊന്നും ഈ ഒരു സംഭവം നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഇത്രയും നല്ലൊരു റാമും സ്റ്റോറേജും ഉണ്ട്. Helio P22 എന്ന് പറയുന്ന നല്ലൊരു പ്രോസസറും വരുന്നുണ്ട്. 6.5 ഇഞ്ച് HD+ ഡിസ്പ്ലേ, വലിയൊരു ഡിസ്പ്ലേയും വരുന്നുണ്ട്. 13+2 മെഗാ പിക്സൽ പ്ലസ് ഒരു ലോ ലൈറ്റ് സെൻസറും. അതിനൊരു വലിയ യൂസ് നമുക്ക് കണ്ടില്ല, യൂസർ എക്സ്പീരിയൻസ്. എങ്കിലും ആ ഡുവൽ ക്യാമറ നല്ലൊരു പെർഫോമൻസ്, നമുക്ക് ഒരു നോർമൽ പെർഫോമൻസ് ആ പ്രൈസ് റേഞ്ചിൽ കാണുന്ന പെർഫോമൻസ് തരുന്നുണ്ട്. 8 മെഗാ പിക്സലിന്റെ ഫ്രണ്ട് ക്യാമറയും 5000 mAh ബാറ്ററിയും നമുക്ക് ഈ ഫോണിൽ കിട്ടുന്നുണ്ട്. ഒരു മികച്ച ഫോണായിട്ടാണ് Infinix Hot എനിക്ക് തോന്നിയത്. അതിന്റെ റിവ്യൂ നമ്മുടെ ചാനലിലുണ്ട്. ഗെയിമിങ്ങോ ക്യാമറയോ അതേപോലെ തന്നെ ഫുൾ റിവ്യൂ എല്ലാ കാര്യങ്ങളുടെയും ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. ഒന്ന് കണ്ടു നോക്കാം. 7,000 രൂപയ്ക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന നല്ല ഒരു നോർമൽ യൂസിന് പറ്റിയ ഫോണായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഗെയിമിംഗ് എന്ന് വരുമ്പോൾ PUBG പോലുള്ള ഗെയിമുകൾ അത്ര സ്മൂത്ത് ആയിട്ട് തോന്നിയില്ല. അതും ഗെയിമിംഗ് റിവ്യൂ ചാനലുണ്ട്, ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ തരക്കേടില്ലാത്തൊരു ബെസ്റ്റ് ഓപ്ഷൻ 7,000 രൂപയ്ക്ക് Infinix Hot ആണ്. ഇനി 8,000 രൂപയുടെ മുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ രണ്ട് ഫോണുകൾ, രണ്ടും റിയൽമിയുടെ തന്നെയാണ്. Realme 3യും അതേപോലെ Realme U1ഉം രണ്ടും ഒരേപോലെ പവർഫുള്ളായ രണ്ട് നല്ല ഫോണുകളാണ്. രണ്ടിലും Helio P70 എന്ന് പറയുന്ന പവർഫുള്ളായ പ്രോസറാണ് ഉള്ളത്. ആ ഒരു പ്രൈസ് റേഞ്ചിലെ ഒരു മികച്ച പ്രോസർ എന്ന് തന്നെ പറയാം. അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉള്ള ഫോണുകൾ തന്നെയാണ്. നമുക്ക് ധൈര്യമായിട്ട് ഡിപ്പെൻഡ് ചെയ്യാം. അതിന്റെ സ്പെസിഫിക്കേഷൻ നോക്കിക്കഴിഞ്ഞാൽ Realme U1ൽ നമുക്ക് കിട്ടുന്നത് 6.3 ഇഞ്ച് ഫുൾ HD+ ഡിസ്പ്ലേ ആണ്. അപ്പോൾ ഫുൾ HD ഡിസ്പ്ലേ ഈ ഒരു പ്രൈസ് റേഞ്ചിൽ കിട്ടുന്നുണ്ട്. അതിൻ്റെ ഒപ്പം തന്നെ നമുക്കതിൽ ഡുവൽ ക്യാമറ, 25 മെഗാ പിക്സലിന്റെ സെൽഫി ക്യാമറയും കിട്ടുന്നുണ്ട്. 3500 mAh ബാറ്ററി സ്വല്പം കുറവാണ്, എങ്കിലും ബാക്കി 4GB റാമും കാര്യങ്ങളും ഉണ്ട്. Helio P70 എന്ന് പറയുന്ന പവർഫുള്ളായ പ്രോസറും ഉണ്ട്. Realme U1 ഈ ഒരു പ്രൈസിന് തീർച്ചയായിട്ടും ഡിപ്പെൻഡ് ചെയ്യാവുന്ന നല്ലൊരു ഫോണാണ്. പ്രൈസിൽ വേരിയേഷൻസ് വരാം. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ ഓഫറുകളൊക്കെ ഉണ്ട്. ഈ ഒരു ടൈമിൽ അടിപൊളിയായിരിക്കും.
ചിലപ്പോൾ കുറച്ച് പ്രൈസ് കൂടിയാലും നിങ്ങൾക്ക് ആ ഒരു ടൈം കൂടി പരിഗണിച്ചുകൊണ്ട് പരിശോധിച്ചിട്ട് വാങ്ങിക്കാം. എന്തായാലും ഫുൾ HD ഡിസ്പ്ലേ ഉള്ള പവർഫുൾ ആയ ഒരു ഫോണാണ് റിയൽമിയുള്ള. അതേപോലെ റിയൽമി 3യും ഇതേപോലെ P70 ഒക്കെയാണ്. പക്ഷെ അതിൽ HD+ ഡിസ്പ്ലേ ഉണ്ടായിരിക്കുള്ളൂ. അതിൻ്റെ ഒപ്പം തന്നെ അവിടെ നമുക്ക് 4230 mAh എന്ന് പറയുന്ന കൂടിയ ബാറ്ററിയും കാര്യങ്ങളുണ്ടായിരിക്കും. അപ്പോൾ കുറച്ചും കൂടി നല്ല ഫോണും അവിടെയും റിയൽമി 3 ഉണ്ട്. ഈ ഓഫർ കഴിഞ്ഞിട്ട് ഇനി പ്രൈസ് കൂടുകയാണെങ്കിൽ തന്നെയും റിയൽമി 3 തീർച്ചയായിട്ടും നല്ലൊരു ഓപ്ഷനാണ് 8000 രൂപയ്ക്ക്. ഇനി ഈ കൂട്ടത്തിൽ തന്നെ റിയൽമിയുടെ 3i എന്നൊരു ഫോൺ കൂടി ഉണ്ട്. അത് പക്ഷേ ഈ P60 ഇതിനേക്കാൾ കുറച്ച് പവർ കുറഞ്ഞ ഫോണാണ്. ഈ റിയൽമി 3 കുറച്ചും കൂടി പവർ കൂടിയ ഫോണാണ്. അതുകൊണ്ടാണ് നമ്മൾ P70 ഉള്ള ഈ 3 സജസ്റ്റ് ചെയ്യുന്നത്. കാരണം പെർഫോമൻസ് ഈ മിഡ് റേഞ്ചിൽ പ്രത്യേകിച്ചും 10000 താഴെ ഒരു വലിയ ഇഷ്യൂ ആണ്. അതുകൊണ്ടാണ് നമ്മൾ 3iയേക്കാൾ കുറച്ച് ബെറ്റർ ആയിട്ട് റിയൽമി 3 സെലക്ട് ചെയ്തിരിക്കുന്നത്. അതേപോലെ റിയൽമി U1 സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ രണ്ടും നല്ല ഫോണുകൾ തന്നെയാണ്. പിന്നെ ഈ കൂട്ടത്തിൽ മറ്റൊരു പ്രധാനപ്പെട്ട ഒരു ഫോൺ ഇപ്പോൾ റെഡ്മി ലോഞ്ച് ചെയ്ത Redmi 8 നിൽക്കുന്നുണ്ട്. പക്ഷേ അത് സ്നാപ്ഡ്രാഗൺ 439 ആണ് പ്രോസസ്സർ. 8000 രൂപയ്ക്ക് സ്നാപ്ഡ്രാഗൺ 439 കുറച്ച് കുറഞ്ഞ വിലകളിൽ നമ്മൾ റെഡ്മിയുടെ ഫോണുകൾ പറഞ്ഞ ആ ഫോണുകളിലെല്ലാം ഇതേ പ്രോസസർ തന്നെയാണ്. ഇപ്പോൾ ഈ ഫോണിലേക്ക് വരുമ്പോൾ 8000 രൂപയ്ക്കും ഇതേ പ്രോസസർ തന്നെയാണ് റെഡ്മി വെച്ചിരിക്കുന്നത്. അപ്പോൾ പെർഫോമൻസിൽ നിങ്ങൾ കാര്യമായൊരു പെർഫോമൻസ് പ്രതീക്ഷിക്കേണ്ട. പക്ഷേ ബിൽറ്റ് ക്വാളിറ്റിയും മറ്റ് കാര്യങ്ങളെല്ലാം പരിഗണിച്ചാൽ തീർച്ചയായിട്ടും ഈ ഒരു ഫോൺ അവിടുത്തെ ബെസ്റ്റ് ഫോണാണ്. ഫാസ്റ്റ് ചാർജിങ് അടക്കമുള്ള കാര്യങ്ങൾ, Gorilla Glass 5ന്റെ പ്രൊട്ടക്ഷൻ, നല്ല പ്രീമിയം ഡിസൈൻ, അങ്ങനെ ഡിസൈനും ഒരു നോർമൽ യൂസ് ആണ് നിങ്ങളുടെ മനസ്സിലുള്ളതെങ്കിൽ നോർമൽ യൂസിന് ബാക്കി എല്ലാം കൊണ്ടും ഒരു ബെസ്റ്റ് ഫോണാണ്. പക്ഷെ പെർഫോമൻസിൽ നമുക്ക് മറ്റുള്ള ഫോണുകളായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇപ്പോൾ ഈ റിയൽമി പറഞ്ഞ U1 അല്ലെങ്കിൽ റിയൽമിയുടെ തന്നെ 3 ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പെർഫോമൻസ് സ്വല്പം കുറയുമെങ്കിലും ബാക്കി എല്ലാ ഘടകങ്ങളും തീർച്ചയായിട്ടും ബെസ്റ്റ് ക്വാളിറ്റിയാണ് ഈ ഫോണിൽ. ഒരു നോർമൽ യൂസിന് ഒരു പ്രീമിയം ലുക്കുള്ള ഫോണാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ Redmi 8 തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു ഫോണാണ്. പക്ഷേ റിവ്യൂസ് കൃത്യമായിട്ട് നോക്കി കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ട് എടുക്കാം. ഈ ഫോണിന്റെ പ്രധാനപ്പെട്ട സ്പെസിഫിക്കേഷൻ നോക്കിയാൽ 4GB RAM 64GB സ്റ്റോറേജിനാണ് ഈ പറഞ്ഞ 8000 രൂപ വരുന്നത്. അപ്പം നല്ലൊരു റാം സ്റ്റോറേജ് ഒക്കെ അതിനകത്തുണ്ട്. 6.2 HD+ ഡിസ്പ്ലേ ആണ് ഈ ഫോണിന് വരുന്നത്. 12+2 മെഗാപിക്സൽ മെയിൻ ക്യാമറ, 8 മെഗാപിക്സൽ സെൽഫി ക്യാമറ, 5000 mAh ബാറ്ററി ഉണ്ട്. അതിൻ്റെ ഒപ്പമാണ് ഈ പറഞ്ഞ പ്രോസസ്സർ. സ്വല്പം പവർ കുറവാണെങ്കിലും സ്നാപ്ഡ്രാഗൺ 439 അത്യാവശ്യം നല്ല പ്രോസസ്സർ തന്നെയാണ്. ഒരു നോർമൽ യൂസ് വിത്ത് ഗംഭീര സ്പെസിഫിക്കേഷനുമായിട്ട് നല്ലൊരു ഫോണാണ് 8 പരിഗണിക്കാവുന്ന ഫോണാണ്. ഇനി 10000 റേഞ്ചിലേക്ക് വന്നു കഴിഞ്ഞാൽ റിയൽമി 5 ആണ് അവിടെ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു ഫോണായിട്ടുള്ളത്. 6.5 ഇഞ്ച് HD+ ഡിസ്പ്ലേ ആണ് ഈ ഫോണിനുള്ളത്. ക്യാമറ 12+8+2+2 അങ്ങനെ ക്വാഡ് ക്യാമറ സെറ്റപ്പ് ആണ്. ഫ്രണ്ടിൽ 13 മെഗാപിക്സലിന്റെ സെൽഫി ക്യാമറ, 3GB RAM 32GB സ്റ്റോറേജ്, ബാറ്ററി 5000 mAh, ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ്രോയിഡ് തന്നെയാണ്, SoC സ്നാപ്ഡ്രാഗൺ 665 ആണ്. ഈ റേഞ്ചിൽ കിട്ടാവുന്ന ഏറ്റവും നല്ലൊരു പ്രൊസസ്സറും കാര്യങ്ങളൊക്കെ വെച്ചുകൊണ്ട് ഒരു പവർഫുൾ ആയ ഫോൺ തന്നെയാണ്. നല്ല ക്യാമറ ക്വാളിറ്റിയും ഉണ്ട്. പെർഫോമൻസിലും യൂസർ എക്സ്പീരിയൻസിലും പറയത്തക്ക യാതൊരു പ്രശ്നങ്ങളും. അതിന്റെ ഗെയിമിംഗ് റിവ്യൂ, ക്യാമറ റിവ്യൂ, ഫുൾ റിവ്യൂ എല്ലാം തന്നെ നമ്മുടെ ചാനലിലുണ്ട്. വീഡിയോക്കുള്ള ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ഒന്ന് കണ്ടു നോക്കിയാൽ കൃത്യമായിട്ട് മനസ്സിലാവും. 10000 താഴെ ഏറ്റവും ബെസ്റ്റ് ഫോണായിട്ട് ഞാൻ ചിന്തിക്കുന്നതും റിയൽമി 5 തന്നെയാണ്. അതിന്റെ കൂടുതൽ റാം വേരിയന്റ് വേണമെന്നുണ്ടെങ്കിൽ 1000 രൂപ കൂടുതൽ കൊടുത്താൽ നമുക്ക് 4GB RAM കിട്ടുകയും ചെയ്യും. അതേപോലെ തന്നെ 9000 രൂപ 10000 രൂപ റേഞ്ചിൽ നോക്കിയാൽ 9000 രൂപയ്ക്ക് നമുക്ക് വിവോയുടെ U10 കിട്ടും. ഒരു മികച്ച സെറ്റപ്പ് ഉള്ള ഫോണാണ്. 6.32 ഇഞ്ച് HD+ ഡിസ്പ്ലേ തന്നെയാണ് വരുന്നത്. സ്നാപ്ഡ്രാഗൺ 665 ആണ് ഇതിന്റെ പ്രോസസ്സർ വരിക. അതേപോലെ തന്നെ ക്യാമറ 13+8+2 ട്രിപ്പിൾ ക്യാമറയാണ്. സെൽഫി 8 മെഗാപിക്സൽ വരുന്നുണ്ട്. 5000 mAh ബാറ്ററിയും ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം നല്ലൊരു ഫോണാണ് ഈ U10. ആ ഫോൺ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന നല്ല ഫോണാണ്. അപ്പോൾ ഈ രണ്ട് ഫോണുകളാണ് 10000 രൂപയ്ക്ക് നമുക്ക് ഏറ്റവും നല്ല ഫോണുകളായിട്ട് തോന്നുന്നത്. ഇനി ഇത് നമുക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയ, ഏറ്റവും പവർ കൂടിയ, പെർഫോമൻസ് കൂടിയ ഫോണുകളായിട്ട് തോന്നിയ ഫോണുകളെയാണ് നമ്മളിവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത് ഓരോ പ്രൈസിലും. ഇത് കൂടാതെ നോട്ടബിളായ കുറേ ഫോണുകൾ ഇവിടെയുണ്ട്. ലൈക്ക് Redmi Note 7S, Redmi Note 7 ഇതൊക്കെ റെഡ്മി ഫോണുകൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന 10000 രൂപയ്ക്ക് ഡിപ്പെൻഡ് ചെയ്യാവുന്ന നല്ല ഫോണുകളാണ്. സ്നാപ്ഡ്രാഗൺ 665 പെർഫോമൻസ് നമുക്ക് അതിനകത്ത് കിട്ടുന്നുണ്ട്. അതേപോലെ Moto One Macro ഏറ്റവും പുതിയ ഫോണാണ്. Helio P70 എന്ന പ്രോസസർ വെച്ചുകൊണ്ടുള്ള ഫോണാണ്. 10000 രൂപയ്ക്ക് അതിനേക്കാൾ ബെറ്റർ ആയ സ്നാപ്ഡ്രാഗൺ 665 നമുക്ക് വിവോ U10ലും റിയൽമി ഈ പറയുന്ന 5ലും ഒക്കെ കിട്ടുന്നുണ്ട്. അതുകൊണ്ടാണ് Moto One Macroയെ നമ്മൾ ഇത്തിരി പുറകിലേക്ക് മാറ്റി വെച്ചത്. സ്റ്റിൽ മോട്ടോ ഫോൺ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ One Macro ആ റേഞ്ചിൽ പരിഗണിക്കാവുന്ന നല്ല ഫോണാണ്. അതേപോലെ തന്നെ സാംസങ്ങിന്റെ M20, M10s ഒക്കെ ആ സാംസങ് ബ്രാൻഡ് ഇഷ്ടപ്പെടുന്നവർക്ക് ഇന്ന് ഡിപ്പെൻഡ് ചെയ്യാവുന്ന ഈ പ്രൈസ് റേഞ്ചിലുള്ള കുറച്ച് നല്ല നോർമൽ യൂസിന് പറ്റിയ ഫോണുകളാണ്. ഗെയിമിങ്ങിന് പറ്റിയതല്ല, നോർമൽ യൂസിന് പറ്റിയ ഫോണുകളാണ്. പിന്നെ ഹോണറിന്റെ കുറച്ച് നല്ല ഫോണുകൾ, ഹോണർ 10 പോലുള്ള ഫോണുകളൊക്കെ വളരെ വില കുറഞ്ഞ് നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല വാല്യൂ ഫോർ മണിയാണ്. പക്ഷേ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കറിയാം, അമേരിക്കയുടെ ബ്ലാക്ക് ലിസ്റ്റിൽ നിന്ന് അവർ
ഒഴിവാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ആദ്യം ഒരു കമന്റ് ഉണ്ട്, പിന്നീട് അത് മാറി പല തരത്തിലുള്ള ന്യൂസുകളാണ് കേൾക്കുന്നത്. അവരിപ്പോൾ അവരുടെ ഹോമിംഗ് വോയിസ് ഉപയോഗിക്കുമെന്ന് പറയുന്നുണ്ട്, അതേപോലെ തന്നെ ആൻഡ്രോയിഡിൽ സ്റ്റിക്ക് ചെയ്യുമെന്ന് പറയുന്നു, ഹോമിംഗ് വോയിസ് ടി വിയിൽ മാത്രമേ വരുള്ളൂ എന്ന് പറയുന്നു. പല കാര്യങ്ങളാണ് കേൾക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് വലിയ അപ്ഡേറ്റും കാരണം നോക്കാതെ ഈ ഒരു ബ്രാൻഡിനെ കുറിച്ച് നിങ്ങൾക്ക് വലിയ ധാരണയുണ്ടെങ്കിൽ, നല്ലൊരു ധാരണയുണ്ട്, അല്ലെങ്കിൽ അത് എടുക്കാമെന്ന് വിശ്വാസം തോന്നുമെങ്കിൽ Honor 10 Lite പോലുള്ള ഫോണുകൾ നമുക്ക് തീർച്ചയായിട്ടും ഡിപ്പെൻഡ് ചെയ്യാവുന്ന അടിപൊളി ഫോണുകളാണ് സ്പെസിഫിക്കേഷൻ വൈസ്. ഞാൻ വീണ്ടും പറയാണ്, അത് ശ്രദ്ധിച്ചിട്ട് ആ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് ഹോണറിന്റെ ഫോണുകൾ വേണമെങ്കിൽ എടുക്കാം. Honor 10 Lite ഒക്കെ നല്ല വാല്യൂ ഫോർ മണി ആയിട്ട് ഇപ്പോൾ നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. അപ്പോൾ അത് ആലോചിച്ചിട്ട് മാത്രം എടുക്കുക. അപ്പോൾ ഇങ്ങനെയാണ് കുറച്ച് നല്ല ഫോണുകളായിട്ട് എനിക്ക് തോന്നിയത്. ഇത് കൂടാതെ ഞാൻ ഏതെങ്കിലും ഫോണുകൾ വിട്ടുപോയതായിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമന്റ് വഴി രേഖപ്പെടുത്തുക. കമന്റ് പിൻ ചെയ്തുകൊണ്ടോ മറ്റൊക്കെ നമുക്ക് മറ്റുള്ളവരെ അറിയിക്കാൻ ശ്രമിക്കാം. വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ കമന്റുകളും കൂടി നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാലും ലൈക്ക് ചെയ്യാം, അതേപോലെ നമ്മുടെ ചാനൽ ഇഷ്ടപ്പെട്ടാലും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യാം. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കണ്ടുമുട്ടാം. ബൈ.